ഹായ് ഫ്രണ്ട്സ്, ഇയാമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ പച്ചപ്പയർ ഉപയോഗിച്ചിട്ടുള്ള മെഴുക്കുവരട്ടിയാണ് കേട്ടോ. നമ്മൾ പലതരം മെഴുക്കുവരട്ടി വെക്കുന്നുണ്ട്. എന്തും കൊണ്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാലും ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലേ. പ്രത്യേകിച്ച് പച്ചപ്പയറോട് ഉണ്ടാക്കുമ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 300 ഗ്രാം പച്ചപ്പയറാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് ഈ രീതിയിലൊന്ന് നീളത്തിലൊന്ന് അരിഞ്ഞിട്ടെടുക്കണം. മെഴുക്കുവരട്ടി എപ്പോഴും നമ്മൾ നീളത്തിൽ അരിഞ്ഞിട്ടാണ് സാധാരണ വെക്കുന്നത്. അപ്പോൾ പയർ നമുക്ക് നന്നായിട്ടൊന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ പയറൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവോളയാണ് വേണ്ടത്. ഞാനിവിടെ ഒരു സവോളയുടെ പകുതിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇച്ചിരി പയറേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് അത്രേ ആവശ്യമുള്ളൂ. അത്യാവശ്യം വലുപ്പമുള്ളൊരു സവോളയും കൂടി ആയിരുന്നു. നടുവേ ഒന്ന് മുറിച്ചതിന് ശേഷം വീണ്ടും ഇങ്ങനെ നീളത്തിലൊന്ന് അരിഞ്ഞ് എടുക്കുവാണ്. അതിനുശേഷം അത് ആ മുറിച്ച് വെച്ചേക്കുന്ന പയറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 2 പച്ചമുളകാണ് ആവശ്യം. ഇത് ഒരുപാട് എരിവൊന്നും ഇല്ലാത്ത പച്ചമുളകാണ് കേട്ടോ. അത് ഞാൻ ഇതേപോലെ ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അരിഞ്ഞു വെച്ചേക്കുന്ന പയറിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതൊന്ന് വേകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വെക്കണം. ഇതിന്റെ ആവിയിൽ ഇരുന്നത് വേകണം. ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കരുത്. വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു വെള്ളച്ചൊവി ആയി പോകും കേട്ടോ. ഇടയ്ക്ക് ഇതിന്റെ മൂട തുറന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അടിയിലുള്ളതൊക്കെ മുകളിലേക്ക് വരാനും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പൊ ഇതിന്റെ കളറൊക്കെ മാറിയത് കണ്ടില്ലേ. അത്യാവശ്യം നല്ല വേവായിട്ടുണ്ട്. ഒന്നുകൂടി നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇത് ഞാൻ നോക്കുമ്പോൾ ഇച്ചിരി ഉപ്പിന്റെ കുറവുണ്ട്. അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു ശകലം കൂടി ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എരിവുള്ള മുളക് പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിന് കുരുമുളകിന്റെ ഫ്ലേവറാണ് മുന്നോട്ട് നിൽക്കേണ്ടത്. അപ്പം നന്നായിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അതിനുശേഷം വീണ്ടും ഒന്ന് മൂടി വെക്കണം. വീണ്ടും എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് പിടിച്ച് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. മൂടി വെക്കുമ്പോൾ ആ ആവിയിൽ ഒന്നുകൂടി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ചേർന്നിരുന്നോളൂ കേട്ടോ. അപ്പൊ ഇതാ പൊടികളൊക്കെ ഇതിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ പയർ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ.